ക്രിസ്തു യേശുവിൻ്റെ മാറ്റമില്ലാത്ത നാമത്തിന് മഹത്വം. വെളിപ്പാട് പുസ്തകം ബോഡി ഓഫ് ക്രൈസ്റ്റിന് ഉള്ളതല്ല, അഥവാ ഇന്നത്തെ കൃപായുഗ വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതല്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇത് പലർക്കും അംഗീകരിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം രാപകല് വെളിപ്പാട് പുസ്തകം വായിച്ച് ധ്യാനിക്കുന്നവർ ധാരാളമുണ്ടല്ലോ. അപ്പോൾ നമുക്കുള്ളതാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു ധാരണ വെച്ചുകൊണ്ടാണ് ആളുകൾ വെളിപ്പാട് പുസ്തകത്തെ സമീപിക്കുന്നത്. അതിനകത്തെ 7 സഭകൾക്കുള്ളായിരിക്കുന്ന ദൂതുകൾ അതിനെ വേറെ വിധത്തിൽ ഇന്നത്തെ സഭകളെ പ്രതിനിധാനം ചെയ്യുന്നതായിരിക്കുന്ന 7 സഭകളാണ് അത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നെനിക്കറിയാം. തന്നെയല്ല, വെളിപ്പാട് പുസ്തകത്തിലെ മഹാകഷ്ടം കാത്തിരിക്കുന്നവരായിരിക്കുന്ന വിശ്വാസികൾ പോലും ഉണ്ട് എന്നുള്ളതും ഒരു സങ്കടകരമായ കാര്യമാണ്. എന്നാൽ തിരുവെഴുത്ത് ശ്രദ്ധയോടെ പഠിച്ചാൽ ഈ കൃപായുഗ കാലഘട്ടത്തിൽ പൗലോസിലൂടെ വെളിപ്പെട്ടതായിരിക്കുന്ന ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉള്ളതായിരിക്കുന്ന തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് പൗലോസിന്റെ 13 ലേഖനങ്ങളാണ്. മറ്റ് പുസ്തകങ്ങളൊന്നും തന്നെ അടിസ്ഥാനപരമായിട്ടെന്നുള്ളതായിരിക്കുന്ന സഭയ്ക്കുള്ളതല്ല എന്നുള്ളതുകൊണ്ട് ആ പുസ്തകങ്ങളിലൊക്കെയും കളയണമെന്നോ അല്ലെങ്കിൽ ഉപേക്ഷിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത്. അതെല്ലാം നമുക്ക് വായിക്കാം, ധ്യാനിക്കാം. ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്ക് അതിൽ നിന്ന് ചില ബുദ്ധി ഉപദേശങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തിരുവെഴുത്തുകളും നമ്മൾ വായിക്കുന്നു, എല്ലാം പഠിക്കുന്നു. എന്നാൽ അടിസ്ഥാനപരമായുള്ളതായിരിക്കുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇന്നത്തെ ക്രൈസ്തവ അഥവാ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ സഭാംഗങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നിന്ന് മാത്രമാണ് എടുക്കുന്നത്. ആ വിധത്തിൽ ചിന്തിച്ചാൽ വെളിപ്പാട് പുസ്തകം എന്നുള്ളതായിരിക്കുന്ന സഭയ്ക്ക് ഉള്ളതായിരിക്കുന്ന ഒന്നല്ല എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളതിൻ്റെ ചില കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്താം. ഒരു 4 കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം തൊട്ട് അതിൻ്റെ 19-ാമത്തെ അധ്യായം വരെയും ഒരു വലിയ മഹാപീഡനത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായങ്ങളാണ്. ഭയങ്കരമായിരിക്കുന്ന അനർത്ഥം, ഭൂമിമേൽ വരാനിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന ദൈവകോപത്തിൻ്റെയും ദൈവ ശിക്ഷാവിധിയുടെയും ന്യായവിധിയുടെയും ഭയങ്കരമായിരിക്കുന്ന ഒരു അനർത്ഥത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിലെ 6 മുതലുള്ളായിരിക്കുന്ന അധ്യായങ്ങളിലെല്ലാം തന്നെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് കാണാനായിട്ട് പറ്റും. എന്നാൽ ഇങ്ങനെ ഒരു മഹാക്രോധ കാലഘട്ടം ഇന്നത്തെ വിശ്വാസികളെ സംബന്ധിച്ചുണ്ട്, നേരിടാനായിട്ടുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യമോ ആ വക കാര്യങ്ങളെക്കുറിച്ചോ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ലേഖനങ്ങളിൽ ഒരു സൂചന പോലുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അനേകം വെളിപ്പാടുകൾ ലഭിച്ച, അനേകം മർമ്മങ്ങൾ വെളിപ്പെടുത്തിയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു കാലഘട്ടം നമുക്കുള്ളതാണ് എങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ വെളിപ്പാടെങ്കിലും ലഭിക്കുമായിരുന്നില്ലേ? എന്നാൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഇങ്ങനെ ഒരു മഹാപീഡനം നമുക്കുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും നമ്മെ കോപത്തിനല്ല വിളിച്ചിരിക്കുന്നത് എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെളിപ്പാട് പുസ്തകത്തിലെ പീഡന കാലം എന്ന് പറയുന്നത് നമുക്കുള്ളതല്ല. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനൊന്നും തന്നെ എഴുതിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് നമുക്കുള്ളതല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകത്തിലെ ആ മഹാപീഡന കാലഘട്ടം എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനത്തില് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് ദാനിയേലിനോട് പറഞ്ഞതായിരിക്കുന്ന പ്രവചനത്തിന്റെ അവസാനത്തെ ആഴ്ചവട്ടം, അതായത് 70-ാമത്തെ ആഴ്ചവട്ടത്തിന്റെ പൂർത്തീകരണമാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ദാനിയേലിനെ ഈ വെളിപ്പാട് കൊടുക്കുമ്പോൾ അത് ലോകത്തിലെ സകലമാന മനുഷ്യർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. എന്ത് ചെയ്യാനാ? എന്നാൽ ഇന്നത്തെ ജനങ്ങൾ എന്ത് ചെയ്യും? ഇന്നത്തെ ജനങ്ങൾ ആ ദാനിയേൽ പുസ്തകത്തിലെ വെളിപ്പാടുകളും നമുക്കുള്ളതാന്ന് പറഞ്ഞ് പഠിക്കുകയും ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. എന്നാൽ അവിടെ എങ്ങും ദാനിയേലിന്റെ പുസ്തകത്തിൽ എങ്ങും തന്നെ ഇന്നത്തെ ജാതികളുടെ രക്ഷയെക്കുറിച്ചോ ഇന്നത്തെ ജാതീയ പദ്ധതിയെക്കുറിച്ചോ ഇങ്ങനെ ഒരു കൃപായുഗം ദൈവം തുടങ്ങുന്നതിനെ കുറിച്ചോ ദാനിയേലിന് യാതൊരു വിധമായിരിക്കുന്ന അറിവുമില്ല, വെളിപ്പാടുമില്ല.
ദാനിയേലിൽ നിന്ന് മാത്രമല്ല, പഴയ നിയമ പ്രവാചകന്മാർക്ക് ആർക്കും തന്നെ അങ്ങനെ ഒരു വെളിപ്പാട് ലഭിച്ചിട്ടില്ല. ദാനിയേലിനോട് പറയുന്നതൊക്കെയും തന്നെ നിന്റെ ജനത്തിനാണ്, ദാനിയേലിന്റെ ജനത്തിന്. ദാനിയേലിന്റെ ജനം എന്ന് പറഞ്ഞാൽ ആരാ? ഇസ്രായേല്. ആ ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഒരു 70 ആഴ്ചവട്ടം അഹശ്വേരോശ് രാജാവിന്റെ കൽപ്പന പുറപ്പെടുന്ന നാൾ മുതൽ, അതായത് ദേവാലയം പുതുക്കി പണിയുവാനും രാജ്യം യഥാസ്ഥാനത്താക്കുവാനും രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്ന മുതൽ 70 ആഴ്ചവട്ടത്തിന് ഒരു കാലക്കണക്ക് ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതില് ഞാൻ ആ വേദഭാഗങ്ങളിലെല്ലാം വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 24-ാം വാക്യം: അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ, സമയം യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ കൽപ്പന പുറപ്പെടുന്നത് മുതലാണ് ഈ 70 ആഴ്ചവട്ടത്തിന് കണക്ക്. യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം കൊണ്ട് അതിന് വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അപ്പം ഇവിടെ ഒരു 69 ആഴ്ചവട്ടം കൊണ്ട്, ഈ 70 ആഴ്ചവട്ടത്തിൽ 69 ആഴ്ചവട്ടം കൊണ്ട് പിന്നെ അഭിഷിക്തനായ പ്രഭു ഛേദിക്കപ്പെടുമെന്ന് എഴുതിയിട്ടുണ്ട്. അഭിഷിക്തനായ പ്രഭു എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കുന്ന അവരുടെ മശിഹായാണ്. ആ മശിഹ 69-ാമത്തെ ആഴ്ചവട്ടത്തിൽ ഛേദിക്കപ്പെടും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം എന്ന് പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് ആയിരിക്കും അടുത്തതായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ ആന്റി ക്രൈസ്റ്റ് രംഗപ്രവേശം ചെയ്ത് പിന്നെ ഒരുപാട് ഉപായങ്ങളും ചതികളും പ്രയോഗിച്ച് വലിയ വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും ചെയ്ത് ജനത്തെ തൻ്റെ പക്ഷത്താക്കി താൻ ദൈവമാണെന്നുള്ളായിരിക്കുന്ന ധാരണ അവരിൽ വരുത്തി തീർത്ത് അവർ കാലാകാലങ്ങളായി കാത്തിരിക്കുന്ന മശിഹ ഞാനാണ്, അവരുടെ ക്രിസ്തു ഞാനാണ് എന്നുള്ളായിരിക്കുന്ന തെളിവുകളെല്ലാം ആദ്യത്തെ 3.5 കൊല്ലം, മഹാപീഡനത്തിന്റെ ആദ്യത്തെ 3.5 കൊല്ലം വെളിപ്പെടുത്തി അതിനുശേഷം അവൻ തൻ്റെ തനി സ്വരൂപം, തൻ്റെ ഭീമത്സവമായിരിക്കുന്ന മുഖം പ്രദർശിപ്പിക്കുകയും അവൻ ദൈവാലയത്തിൽ കയറിയിരുന്ന് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുകയും അവൻ തന്നെ ബലികളെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് യഹൂദന് ബോധം വരിക, അയ്യോ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ, ഞങ്ങൾ ചെയ്തത് മണ്ടത്തരമായിരുന്നല്ലോ, അവനല്ലല്ലോ യഥാർത്ഥ മശിഹ ഒരിക്കലും ഇങ്ങനെയുള്ളായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയില്ലല്ലോ എന്നുള്ളായിരിക്കുന്ന ബോധ്യം വരികയും അവൻ ദേവാലയത്തെ നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. അവിടെ വായിച്ചത് അവൻ ആരും ഇല്ലെന്ന് വരും, പിന്നെ വരുമായിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. അതാണ് 70-ാമത്തെ ആഴ്ചവട്ടം. ആ 70-ാമത്തെ ആഴ്ചവട്ടം 69-ാമത്തെ ആഴ്ചവട്ടത്തിൽ അഭിഷിക്തം ഛേദിക്കപ്പെട്ടതിന് ശേഷം 70-ാമത്തെ ആഴ്ചവട്ടം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരാഴ്ചവട്ടത്തേക്ക് അവൻ പലരോടും നിയമത്തെ കഠിനം ചെയ്യും എന്നൊക്കെ പറഞ്ഞത് ആന്റി ക്രൈസ്റ്റ് അവന്റെ നേതൃത്വത്തിൽ ചില നിയമങ്ങൾ യഹൂദന്മാരുമായിട്ട് വെക്കുകയും അതിനെ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യും. അവസാനം അവൻ ദേവാലയത്തിൽ തന്നെ കയറിയിരുന്ന് അവനാണ് ദൈവമെന്നും അവനെ ആരാധിക്കണമെന്നും ഒക്കെ പറയുകയും ചെയ്യുന്നതായിരിക്കുന്ന കാലം വരുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ആ 70-ാമത്തെ ആഴ്ചവട്ടം ഇന്ന് വരെ ഭൂമിയിൽ സംഭവിച്ചിട്ടില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ ആ 70-ാമത്തെ ആഴ്ചവട്ടമാണ്. അത് സംഭവിക്കുമ്പോൾ അതിൻ്റെ വിശദീകരണം, അതെങ്ങനെയായിരിക്കും, അതിൻ്റെ ഭീകരമായിരിക്കുന്ന മുഖം എന്തായിരിക്കും എന്നുള്ളതായിരിക്കുന്ന തെളിവുകൾ നിരത്തിയിരിക്കുന്ന, അതിൻ്റെ ഓരോ നാളുകളും ഓരോ കാര്യങ്ങളും കടന്നു പോകുന്നതായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും, അവർ നേരിടുന്നത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും ഉള്ളതായിരിക്കുന്ന വെളിപ്പാട് പുസ്തകമാണ്. ദാനിയേൽ പുസ്തകത്തിന്റെ 70-ാമത്തെ ആഴ്ചവട്ടമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആന്റി ക്രൈസ്റ്റ് താൻ തന്നെ ദൈവമാണ് എന്ന് അഹങ്കരിച്ചുകൊണ്ട്, താൻ തന്നെ ആരാധന സ്വീകരിച്ചുകൊണ്ട്
അവസാനം അവിടെ മ്ലേച്ഛമായത്, അതിവിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛമായതിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവൻ ആ മൃഗത്തെ കൊണ്ട് സംസാരിപ്പിക്കുകയും മൃഗം സംസാരിക്കുകയും അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് സാധാരണ യഥാസ്ഥിതികരായിരിക്കുന്ന യഹൂദന്മാർക്ക് ബോധം വരികയുള്ളൂ. അവരപ്പോൾ മനസ്സിലാക്കും, ഞങ്ങളുടെ മശിഹ ഇങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല, വിഗ്രഹങ്ങളെ സ്ഥാപിക്കുകയില്ല, വിഗ്രഹങ്ങളെ സേവിക്കാൻ നിർബന്ധിക്കുകയില്ല എന്നവർക്ക് മനസ്സിലാകും. നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞായിരിക്കുന്ന കാര്യം ഓർക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, വേറെ ഒരുത്തൻ സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ കൈക്കൊള്ളും എന്ന് പറഞ്ഞതുപോലെ തന്നെ അന്ന് ആന്റി ക്രൈസ്റ്റിനെ അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കാണുമ്പോൾ ലോകത്തിലുള്ളായിരിക്കുന്ന ഇസ്രായേലിലും ചുറ്റുമുണ്ടായിരിക്കുന്ന യഹൂദന്മാരിൽ ഒരു നല്ല പങ്കും ഒരു ഭൂരിപക്ഷം ആൾക്കാരും അവൻ്റെ പിന്നാലെ പോവുകയും അവനെ മശിഹായായിട്ട് കാണുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ നമുക്കറിയാമല്ലോ, ഇസ്രായേൽ യേശുക്രിസ്തുവിനെ മശിഹായായിട്ട് അംഗീകരിച്ചിട്ടില്ല, അവരുടെ രക്ഷകനായിട്ട് വിശ്വസിച്ചിട്ടില്ല എന്നുള്ള സത്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവരാദ്യം ഈ വരാനിരിക്കുന്ന പ്രഭുവിനെ ആരാധിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ചതി പറ്റിയെന്ന് ബോധ്യം വരുമ്പോൾ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വെളിപ്പെടുകയും ഭയങ്കരമായിരിക്കുന്ന അനർത്ഥങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കുന്ന വിവരണമാണ് വെളിപ്പാട് പുസ്തകം എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 70 ആഴ്ചവട്ടത്തിൻ്റെ 70ാമത്തെ ആഴ്ചവട്ടം ഇസ്രായേലിനുള്ളതായതുകൊണ്ട്, അത് ഇസ്രായേലിനെ സംബന്ധിക്കുന്നതായതുകൊണ്ടും അത് ഇന്നത്തെ ജാതികൾ അടക്കമുള്ളതായിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയ്ക്ക് ഒരു കാരണവശാലും ബാധകമല്ല, അത് നമ്മുടെ പങ്കാളിത്തമല്ല, അത് നമുക്കുള്ളതല്ല എന്നുള്ളത് തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. എന്തുകൊണ്ട് വെളിപ്പാട് പുസ്തകം നമുക്കുള്ളതല്ല എന്നുള്ളതിന് രണ്ട് കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഒന്ന്, പൗലോസിന്റെ ലേഖനങ്ങളിൽ ഇങ്ങനെ ഒരു മഹാകഷ്ടകാലത്തെക്കുറിച്ച് എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഒന്നും പൗലോസിന് വെളിപ്പെട്ടിട്ടില്ല. കാരണം അത് ഇന്നത്തെ ശരീരമാകുന്ന സഭയ്ക്കുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, ദാനിയേൽ പുസ്തകത്തിലെ 70 ആഴ്ചവട്ടത്തിലെ 70ാമത്തെ ആഴ്ചവട്ടമാണ് വെളിപ്പാട് പുസ്തകം, അതിൻ്റെ വിവരണം എന്നുള്ളത് കൊണ്ട് അത് ഇസ്രായേലിനുള്ളതായിരിക്കുന്ന പ്രവചന നിവൃത്തീകരണമാണ്, അത് അവരെ സംബന്ധിക്കുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ട് വെളിപ്പാട് പുസ്തകം നമുക്ക് ബാധകമല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അത് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കാലഘട്ടമാണ്. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കോപ കാലഘട്ടമാണ് അത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവ കോപത്തിനല്ല, ശിക്ഷാവിധിക്കല്ല, ന്യായവിധിക്കല്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാനും ആ കൃപയിൽ വളർന്ന് ദൈവസന്നദ്ധിയിൽ ചേർക്കപ്പെടുവാനുമാണ്. അല്ലാതെ കോപത്തിന് വേണ്ടിയിട്ടോ ദൈവ ശിക്ഷാവിധിക്ക് വേണ്ടിയിട്ടോ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ, സാത്താൻ അവൻ അതിക്രമത്തോടെ ഭയങ്കരമായിരിക്കുന്ന പോരാട്ടം അന്ന് ഇസ്രായേലിൽ നടത്തും. സാത്താന്റെ കോപത്തിന്റെ കാലഘട്ടം ആണ് അത് എന്നുള്ളത് സത്യം. എന്നാൽ അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും മഹാകോപ ദിവസം വന്നുവല്ലോ എന്നാണ് നാം അതിനെക്കുറിച്ച് വായിക്കുന്നത്. ആ മഹാകോപ ദിവസത്തിൽ വെളിപ്പെടുവായിരിക്കുന്ന ദൈവകോപത്തിൻ്റെയും ന്യായവിധിയുടെയും കാലഘട്ടമായിരിക്കാൽ തന്നെ അത് നമുക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. മത്തായി സുവിശേഷത്തിലെ യോഹന്നാൻ സ്നാപകൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ ഒരുവൻ വരും, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചോട്ടിൽ കൊടാലി വെച്ചിരിക്കുന്നു, ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും അവൻ വെട്ടി തീയിലിടും, അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്, അവൻ കളത്തെ മുറ്റും വെടുപ്പാക്കി നല്ലത് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും കെട്ട പതിരെല്ലാം തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും എന്ന് പറഞ്ഞു. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാപീഡന കാലത്ത് യേശുക്രിസ്തുവിനാൽ സംഭവിക്കുന്ന കാര്യമാണ്. മഹാപീഡന കാലത്ത് യേശുക്രിസ്തുവിൻ്റെ കോപം വെളിപ്പെടുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കോപം വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നു പറഞ്ഞാൽ, അത് തീയും എടുത്തിട്ട് ഞങ്ങളെ തീ കൊണ്ട് നിറയ്ക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ബോധമില്ലാത്ത ജനങ്ങൾ ഇന്നും ഉണ്ട്. തീ പോലെ ഇറങ്ങണമേ, തീ കൊണ്ട് ദഹിപ്പിക്കണമേ, അഗ്നി കൊണ്ട് ഞങ്ങളെ കത്തിക്കണമെന്ന് ഒക്കെ പാട്ട് പാടുന്നവരുണ്ട്. എൻ്റെ പോലെ അവർക്ക് അങ്ങനെ തന്നെ സംഭവിച്ചേക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. തീ എന്ന് പറയുന്നത് ന്യായവിധിയെ കുറിച്ചാണ്. യോഹന്നാൻ സ്നാപകൻ അവിടെ പറയുന്നത് അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്,
അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി, കെട്ട പതിരെല്ലാം തീയിലിട്ട് ചുട്ടുകളയും, നല്ലത് മാത്രം കളപ്പുരയിൽ കൂട്ടിവെക്കും. തീ കൊണ്ടവൻ സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞാൽ ന്യായവിധി നിങ്ങളുടെ മേൽ പെയ്യിക്കും. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും വിശ്വസിക്കുന്നവരെ. അല്ലാത്തവരെ തീയിലൂടെ അവൻ കടത്തിവിടും, തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, ഫലം കായ്ക്കാത്ത കൊള്ളരുതാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കളയും എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ കോപത്തിന്റെ കാലഘട്ടമാണ്, പിതാവായ ദൈവത്തിന്റെ കോപത്തിന്റെ കാലഘട്ടമാണ് ഈ പറയുന്നതായിരിക്കുന്ന ഈ 7 വർഷ മഹാപീഡന കാലഘട്ടം എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ നമ്മളെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ ദൈവകോപത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിളിക്കപ്പെട്ടായിരിക്കുന്ന ഒരു ജനതയല്ല നമ്മൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിലെ 1 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ വാക്യങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവത്തിന്റെ കോപ കാലഘട്ടമാണ് ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ളായിരിക്കുന്ന വാക്യം. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം. ആരുടെയാ? സിംഹാസനത്തിൽ പിതാവായ ദൈവത്തിന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിലെ കോപം ആരുടെ കോപ? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും കോപമാണ്. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ കോപം പെയ്തിറങ്ങുന്നതായിരിക്കുന്ന അതിഭയാനകമായിരിക്കുന്ന ഭീകരമായിരിക്കുന്ന സഹിച്ചുകൂടാൻ പറ്റാത്തായിരിക്കുന്ന പാറകളോടും മലകളോടും ഞങ്ങളെ ഒന്ന് മൂടുവിൻ, ഞങ്ങളെ കൊന്നുകളവിൻ എന്ന് നിലവിളിക്കത്തക്കവണ്ണം ഇസ്രായേൽ ദേശത്തിന്മേലും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മേലും ദൈവത്തിന്റെ അതിഭയങ്കരമായിരിക്കുന്ന കോപം ചൊരിയപ്പെടുന്നതായിരിക്കുന്ന തീ പോലെ ദൈവകോപം ഇറങ്ങുന്നതായിരിക്കുന്ന കാലഘട്ടമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കൃപായുഗത്തിൽ വിളിക്കപ്പെട്ടതായിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി അല്ല ആ കാലഘട്ടം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പുസ്തകം നമുക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. നമ്മളെ കോപത്തിന് വേണ്ടിയിട്ടല്ല, നമ്മളെ ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് വേണ്ടിയിട്ടല്ല വിളിച്ചിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സന്തോഷിപ്പിൻ എന്നാണ്. അല്ലാതെ വരാനിരിക്കുന്ന ഭാവികാലം ഓർത്ത് നെടുവീർപ്പിടാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും അവരുടെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പേൻ, കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നുവല്ലോ, ആർക്ക് നിൽപ്പാൻ കഴിയും എന്നാണ്. അപ്പൊ വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ തന്നെ അത് മുഴുവനും ദൈവത്തിന്റെ ഭൂമി മേലുള്ളായിരിക്കുന്ന ന്യായവിധിയുടെ കാലഘട്ടമാണ് എന്ന് കാണാനായിട്ട് പറ്റും. വെളിപ്പാട് പുസ്തകം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. നിന്റെ കോപവും ജാതികൾ കോപിച്ചു. അതിന്റെ 18 ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു, മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള കാലവും വന്നു എന്നാ വായിച്ചേ. നിന്റെ കോപവും വന്നു, ജാതികൾ കോപിച്ചു. ഓക്കെ, ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു, മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും പ്രതിഫലം കൊടുക്കാനുള്ള കാലവും വന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകം എന്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാ? ദൈവത്തിന്റെ കോപ കാലഘട്ടത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അതാണോ നമ്മൾ കാത്തിരിക്കുന്നത്? നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവുന്നു, അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മൾ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ കോപ കാലഘട്ടത്തെ അല്ല കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകം നമുക്കുള്ളതല്ല എന്ന് കാണാനായിട്ട് പറ്റും. അതിന്റെ 16-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ളായിരിക്കുന്ന വാക്യം. വെളിപ്പാട് 16-ന്റെ 5 മുതൽ 7 വരെ. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട്, അത് ഞാൻ തുടക്കം മുതൽ വായിക്കാം.
മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. ഭൂമിയിലെ ദൈവകോപത്തിന്റെ കാലഘട്ടത്തില് മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു, സകല വെള്ളവും രക്തമായി തീർന്നു. മരിച്ചവന്റെ രക്തം പോലെ രക്തമായി തീർന്നു. പിന്നെ അത് കുടിക്കാൻ പറ്റുമോ? കുടിച്ചാൽ മനുഷ്യൻ മരിച്ചു പോവില്ലേ? രക്തമായി തീർന്നു. അപ്പോൾ ആ ദൂതൻ തന്നെ വിളിച്ചു പറയാണ്, അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിനവർ യോഗ്യത തന്നെ. അവണ്ണ യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവായി എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ ന്യായവിധിയുടെ കാലഘട്ടമാണ്. സ്വർഗത്തിൽ നിന്ന് ദൂതനും പറയുന്നത് എന്താണ്? കർത്താവെ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളതാവുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ ന്യായവിധിയുടെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അത് മതിയോ നമുക്ക്? അത് നമുക്കുള്ളതാണോ? ദൈവം ലോകത്തിന്മേൽ ചൊരിയുന്ന ആ ഭയങ്കരമായിരിക്കുന്ന ന്യായവിധിയുടെ, ദൈവത്തിന്റെ കോപത്തിന്റെ ന്യായവിധിയുടെ പുസ്തകമാണ് ഇന്ന് ഈ പുസ്തകം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ കോപത്തിനും ന്യായവിധിക്കും വേണ്ടി കാത്തിരിക്കുന്നവരല്ല. നമ്മളെ കുറിച്ച് പൗലോസ് എന്താ പറയുന്നത്? പൗലോസ് പറയുന്നത്, ഞാനൊരു വാക്യം വായിക്കാം. നമ്മളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. 1 തെസ്സലോനിക്കർ 1:10, 1 തെസ്സലോനിക്കർ 1:9-10. അവിടെ എങ്ങനെ വായിക്കുന്നു? നമ്മൾ ഈ കോപത്തിനുള്ളവരാണോ? ഈ ദൈവത്തിന്റെ ക്രോധത്തിനുള്ളവരാണോ? ദൈവത്തിന്റെ ന്യായവിധിക്കുള്ളവരാണോ? ശിക്ഷാവിധിക്കുള്ളവരാണോ? ഞാൻ വായിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നല്ലോ. വരുവാനുള്ള ഈ വെളിപ്പാട് പുസ്തകം പറയുന്നതായിരിക്കുന്ന മഹാകോപകാലത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നവരാണ് നമ്മൾ. അപ്പൊ പിന്നെ നമുക്ക് വേണ്ടിയിട്ടാണ് വെളിപ്പാട് പുസ്തകം എഴുതിയത്? നമ്മൾ പഠിച്ച് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്? എന്നിട്ട് നമ്മുടെ സഭയിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്? ആ വരുവാനുള്ള കോപകാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യം പൗലോസ് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതാ വെളിപ്പാട് പുസ്തകം അത് വിശദീകരിക്കുന്നു. അതൊരു വലിയ കോപകാലഘട്ടം വരുമെന്ന് പൗലോസിനറിയാം. അതുകൊണ്ട് പൗലോസ് പറയാണ്, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ വരുന്നത് കാത്ത് നമ്മൾ ഇരിക്കുന്നു എന്നാണ് അവിടെ നമ്മൾ വായിച്ചത് എന്ന് കാണാനായിട്ട് പറ്റും. അതിന്റെ 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യം. 1 തെസ്സലോനിക്കർ തന്നെ 5-ാം അധ്യായം 9-10 വാക്യം. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ കോപത്തിന് വേണ്ടിയിട്ടല്ല നിയമിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ കോപത്തിന് വേണ്ടിയിട്ടല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വെളിപ്പാട് പുസ്തകം വായിച്ച് ധ്യാനിക്കാനും അതിന്റെ കഷ്ടാനുഭവങ്ങളെ വർണ്ണിക്കാനുമാണോ നമ്മളായിരിക്കേണ്ടത്? അത് നമ്മുടെ ആവശ്യമാണോ? അത് നമുക്കുള്ള പുസ്തകമാണോ? മനസ്സിലായില്ലേ? അത് യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ യഹൂദനോട് ദൈവം അതികോപത്തോടു കൂടെ ഇടപെടുന്നതായിരിക്കുന്ന ഒരു ഭാവി കാലഘട്ടത്തെ കുറിച്ചാണ് അതിൽ പറയുന്നത്. വരായിരിക്കുന്ന മഹാപീഡനത്തെ കുറിച്ചാണ്. ദാനിയേലിന്റെ 70-ാമത്തെ ആഴ്ചവട്ടമാണ്. ആ ആഴ്ചവട്ടത്തെ കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു മത്തായി 24-ൽ പറഞ്ഞിരിക്കുന്നതും. മുഴുവനും ആ ആഴ്ചവട്ടത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. കർത്താവ് മത്തായി 24-ൽ പറഞ്ഞതൊക്കെ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്ത് കാലത്തോ ശീതകാലത്തോ ആകാതിരിക്കാൻ സൂക്ഷിപ്പിൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ശബത്ത് കാലവും ശീതകാലവും ഒന്നും നമുക്കുള്ളതല്ല. അതെല്ലാം ഇസ്രായേലിനുള്ളതാണ്. മത്തായി 24-ൽ പറഞ്ഞതും എല്ലാം തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ഉപദേശമെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അത് മത്തായി 24, ലൂക്കോസ് 21, ഈ അധ്യായങ്ങളിലൊക്കെ തന്നെ ഈ മഹാപീഡനത്തെ കുറിച്ചുള്ള വർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകം അതിന്റെ പൂർണ്ണ രൂപത്തിൽ അതിന്റെ ആ മഹാപീഡനത്തിന്റെ
മഹാപീഡനത്തിന്റെ തീവ്രതയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു എന്ന് മാത്രം. അതിന്റെ തീവ്രത അത് ഏതെല്ലാം വിധത്തിൽ ദൈവത്തിന്റെ കോപം എങ്ങനെയെല്ലാം ചുരിയപ്പെടും, മുദ്രകളാലും കാഹളങ്ങളാലും പിന്നെ എന്താണ് ക്രോധ കലശങ്ങളാലും ദൈവം അതിന്റെ മേലെ ന്യായവിധി അയക്കുന്നതായിരിക്കുന്ന കാലഘട്ടമാണത്. ഇവിടെ പൗലോസ് പറയുന്നത് നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും കോപത്തിന് വേണ്ടിയിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മളെ കോപത്തിന് ദൈവകോപത്തിന്റെ കാലത്തിന് വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് വെളിപ്പാട് പുസ്തകം നമുക്കുള്ളത് അല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. പൗലോസിന് ഈ മഹാപീഡന കാലഘട്ടത്തെക്കുറിച്ച് വെളിപ്പാടുകളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് പൗലോസിന്റെ ഉപദേശ കൃപായുഗ സഭയിലുള്ളവർക്ക് ബാധകമല്ല. രണ്ടാമത്തത് ദാനിയേലിന്റെ 70 ആഴ്ചവട്ടമാണത്. അതുകൊണ്ട് തന്നെ അത് യഹൂദന് വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന കാലഘട്ടമാണ്, നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. മൂന്നാമത് ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ കോപത്തിന്റെയും ന്യായവിധിയുടെയും കാലഘട്ടമാണത്. നമ്മൾ ദൈവകോപത്തിനും കാലഘട്ടത്തിനും വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. ഈ 3 കാര്യങ്ങൾ തെളിവുകൾ ഞാൻ പറഞ്ഞു. ഇനി ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. സഭകൾക്ക് എഴുതിയ ദൂതുകളിലൂടെ നാം പഠിക്കുമ്പോൾ 7 സഭകൾക്ക് ദൂത് എഴുതിയില്ലേ? എഫേസോസ് മുതൽ പിന്നെ ലാസ്റ്റ് സഭ വരെയുള്ളായിരിക്കുന്ന സഭകൾക്ക് ദൂത് എഴുതി. ഈ ദൂതുകളിലെ വിഷയം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ സഭകളും ഇന്നത്തെ സഭകളെ പ്രതിനിധീകരിക്കുന്ന സഭകളല്ല. കഴിഞ്ഞു പോയ കാലത്തെ ആ സഭകളെയും ഉദ്ദേശിച്ചല്ല, അവരെ സംബോധന ചെയ്ത് എഴുതിയതാണ്. പക്ഷെ ഇത് വരാനിരിക്കുന്ന മഹാപീഡന കാലത്തേക്കുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാം. സഭകൾക്ക് എഴുതിയിരിക്കുന്ന സന്ദേശങ്ങളിൽ നിന്ന് നമുക്ക് ഈ കാലഘട്ടം നമുക്കുള്ളതല്ല എന്ന് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ 7 സഭകൾക്ക് ദൂത് എഴുതിയല്ലോ, ആ 7 സഭകൾക്ക് എഴുതിയിരിക്കുന്ന ദൂതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. യോഹന്നാൻ അപ്പോസ്തോലിന്റെ ശുശ്രൂഷയിൽ എഫേസോസിലും പെർഗമൂസിലും തുയതൈരയിലും സർദീസിലും ലവോദിക്കയിലും ഒക്കെ ഉള്ളതായിരിക്കുന്ന സഭകളെ സംബോധന ചെയ്തുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തോലിന്റെ ശുശ്രൂഷയിലുള്ള പൗലോസ് അപ്പോസ്തോലിന്റെ എഫേസോസിലെ സഭയ്ക്ക് അല്ലാട്ടല്ലേ അതിനെ എഴുതിയത് കർത്താവ്. പൗലോസ് അപ്പോസ്തോലിന്റെ എഫേസോസിലെ സഭയും യോഹന്നാൻ ശുശ്രൂഷ ചെയ്യുന്ന എഫേസോസിലെ സഭയും വേറെയാണ്. അതെങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ ഷോർട്ടായിട്ട് പറയാം. AD 56-58 കാലഘട്ടങ്ങളിൽ യെരുശലേമിൽ ഒരു വലിയ ആഭ്യന്തര കലാപം നടന്നു. ആഭ്യന്തര കലാപം നടന്നപ്പോൾ അതുവരെ യെരുശലേം വിട്ടു പോകാതിരുന്നായിരിക്കുന്ന അപ്പോസ്തലന്മാർക്കും അവിടെയുള്ള വിശ്വാസ കൂട്ടത്തിനും വിട്ടുപോയേ പറ്റൂ എന്ന് വന്നു. അവരങ്ങനെ വിട്ടുപോയി. കുറെ പേര് എഫേസോസിന്റെ ഭാഗങ്ങളിലേക്ക് പോയി. അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് യോഹന്നാൻ എഫേസോസിൽ പോയി താമസിച്ചു. യോഹന്നാൻ തൻ്റെ കർത്താവിൻ്റെ അമ്മയായ മറിയോട് കൂടിയാണ് എഫേസോസിൽ താമസിച്ചതെന്നും മറിയയുടെ ശവക്കല്ലറ ഇപ്പോഴും എഫേസോസിൽ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. ഓക്കെ, യോഹന്നാൻ ആ എഫേസോസിലേക്ക് യെരുശലേമിലെ സഭയിൽ നിന്ന് പോയി പാർത്തവരായിരിക്കുന്ന കുറെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ സഭകളുണ്ട്. ആ ഗ്രൂപ്പുകളിലൊക്കെ ശുശ്രൂഷയുടെ മേൽനോട്ടം യോഹന്നാൻ അപ്പോസ്തലനായിരുന്നു. കുറെ പേര് റോമിലേക്ക് പോയി. റോമിലേക്ക് പോയവരുടെ കൂടെ പത്രോസ് റോമിലേക്ക് പോയി. അപ്പൊ യെരുശലേമിന്റെ സഭയിൽ AD 56-58 കാലഘട്ടങ്ങളുണ്ടായിരിക്കുന്ന ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഇവർക്ക് യെരുശലേം വിട്ട് പോകേണ്ടി വന്നു. അങ്ങനെ യെരുശലേമിന്റെ സഭ ചെതറിപ്പോയി. അവരുടെയായിട്ട് ഈ പോയ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് കൂടി വന്നു. അങ്ങനെ കൂടി വന്നതായിരിക്കുന്ന 7 സഭകളെയാണ് വെളിപ്പാട് പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും സംബോധന ചെയ്യുന്ന 7 സഭകൾ. എന്നാൽ അത് അവിടെ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് കൊടുത്തതായിരിക്കുന്ന ആ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ വ്യവസ്ഥകളോ പിന്നെ അവർക്ക് കൊടുത്തായിരിക്കുന്ന ആ ഉള്ളടക്കങ്ങളോ പഠിച്ചു കഴിഞ്ഞാൽ അത് അന്നത്തെ സഭയ്ക്ക് വേണ്ടി ഉള്ളതല്ല. ഭാവിയിൽ യെരുശലേമിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ സംഭവിക്കാനുള്ളതായിരിക്കുന്ന ഏതോ ഒരു കാലഘട്ടത്തിൽ ഇനിയും ധാരാളം സഭകൾ അവിടെ രൂപം കൊള്ളുകയും ആ കാലഘട്ടത്തിൽ ഉള്ളതായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ഇത്, മുന്നമേ എഴുതപ്പെട്ടതാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതെന്തിനു വേണ്ടിയിട്ടാ? ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ അന്നേ എഴുതി വെക്കുന്നതെന്ന് ചോദിച്ചാൽ 12 അപ്പോസ്തലന്മാരുടെ കാലഘട്ടം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവെഴുത്ത് എഴുതുവാനായിട്ട് ആരുമില്ല. തിരുവെഴുത്ത് എഴുതാൻ 12 അപ്പോസ്തലന്മാരിലൂടെ തിരുവെഴുത്തുകൾ പൂർത്തീകരിക്കപ്പെടണം. അപ്പോൾ അവർ മരിക്കുന്നതിന് മുമ്പ് യോഹന്നാൻ അപ്പോസ്തലൻ മരിക്കുന്നതിന് മുമ്പേ അപ്പോസ്തലന് ഈ വെളിപ്പാടുകൾ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ യോഹന്നാൻ അപ്പോസ്തലൻ മരിക്കാൻ പോവുകയാണ്. ആ യോഹന്നാൻ അപ്പോസ്തലനും കൂടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഗണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാരുടെ ഗണം കഴിഞ്ഞു. പിന്നെ തിരുവെഴുത്ത് എഴുതാനോ പുതിയൊരു പുസ്തകം എഴുതാനോ ആർക്കും കഴിയുകയില്ല. ഇത് അതോടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഭാവിയിൽ വരാനിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് ഏതാണെന്ന് കൂടി ഞാൻ പറയാം. മഹാപീഡന കാലത്ത്
മഹാപീഡന കാലത്ത് 1,44,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കും. ഇതിനു വേണ്ടി കർത്താവിന്റെ വചനം, കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ട്, കർത്താവിനെ പ്രസിദ്ധമാക്കുവാനായിട്ട് 1,44,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കും. അവരാൽ ഇസ്രായേലിലൊക്കെയും സുവിശേഷ പ്രവർത്തനം നടക്കും. അത് തന്നെയല്ല, 2 പ്രവാചകന്മാരിലൂടെ പ്രവർത്തനം നടക്കും. പിന്നെ ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന ഒരു ദൂതൻ ആ സുവിശേഷം പറയും. അങ്ങനെ പല വിധത്തിൽ ഈ മഹാപീഡന കാലത്തിന്റെ ആരംഭം മുതൽ യേശു ക്രിസ്തു വന്ന് മരിച്ചു പോയവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതും, അവന്റെ വരാൻ സമയമായിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ എന്നുള്ളതായിരിക്കുന്ന സുവിശേഷം ഈ 1,44,000 പേരും ആകാശത്തിലൂടെ പറക്കുന്നതായിരിക്കുന്ന ദൈവദൂതനും അതുപോലെ തന്നെ ഈ പറയുന്ന 2 പ്രവാചകന്മാരും പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകര് മാനസാന്തരപ്പെട്ട് സഭകളായി ഒരുമിച്ച് കൂടി വരും മഹാപീഡന കാലത്ത്. ഈ മഹാപീഡന കാലത്ത് കൂടി വരുന്ന സഭയ്ക്ക് അന്ന് അവർക്ക് വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഗ്രഹിക്കാനും അവർക്ക് വേണ്ടുന്നതായിരിക്കുന്ന പ്രബോധനങ്ങൾ എഴുതിയതായിരിക്കുന്ന ലേഖനങ്ങളാണ് ഈ 7 സഭകൾക്ക് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൂതുകൾ. അല്ലാതെ 1-ാം നൂറ്റാണ്ടിലെ സഭകളെയും 10-ാം നൂറ്റാണ്ടിലെ സഭകളെയും 15-ാം നൂറ്റാണ്ടിലെ സഭകളെയും സംബോധന ചെയ്യുക അവരുടെ പ്രതിനിധി സഭകളായിട്ടൊന്നും അല്ല ഇവരെ എഴുതിയിരിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത്. വെറുതെ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ. ഞാനൊക്കെ അത് തന്നെ പഠിക്കാൻ എന്തുമാത്രം ദിവസങ്ങൾ, അങ്ങനെ പഠിക്കാൻ എന്തുമാത്രം ദിവസങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെലവാക്കിയെന്നറിയാമോ? എഫേസോസിലെ സഭ അന്നത്തെ സഭയെ പ്രതിദാനം ചെയ്യുന്നതാ. ഏറ്റവും അവസാനത്തെ സഭയല്ലേ, ഏതാ, ത്വൈതൈരിയാണ്. ആ സഭ ഇന്നത്തെ സഭയെ പ്രതിദാനം ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ കൂലം കഷമായിട്ട് വിവരിക്കുന്നത് പഠിപ്പിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ അന്ന് വണ്ടറടിച്ചിരിക്കും. അയ്യോ അങ്ങനെയാണോ ചോദിച്ചുകൊണ്ട്. ഇന്ന് കാര്യം മനസ്സിലായി, ഇതൊന്നും അല്ല, നമ്മളെ ആരെയും പ്രതിനിധീകരിക്കുന്ന 7 സഭകളല്ല വെളിപ്പാട് പുസ്തകത്തിലെ സഭ. അത് ഇനിയും ഇസ്രായേലിലെ ധാരാളം പേർ യേശുവിനെ മെസ്സിയായിട്ട് അംഗീകരിച്ച് ക്രിസ്തുവിന്റെ പക്ഷത്തേക്ക് വരുന്നവർ ഒരുമിച്ച് കൂടി വരികയും അവർ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. അങ്ങനെ ആരാധിക്കുന്നവരുടെ ഇടയിൽ വായിക്കുവാനും പ്രബോധിപ്പിക്കുവാനും അവർക്ക് വേണ്ടി എഴുതപ്പെട്ടതായിരിക്കുന്ന ലേഖനങ്ങളാണ്, അല്ലെങ്കിൽ ദൂതുകളാണ് 7 സഭകൾക്കുള്ള ദൂതുകൾ. അത് ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ് ഇതെല്ലാം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തൊട്ട് അതിന്റെ 22-ാം അധ്യായം വരെയും ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ, അതിന്റെ എല്ലാ വിശദാംശങ്ങളും തന്നെ മഹാപീഡന കാലത്തെക്കുറിച്ചുള്ളതും അതിന്റെ 20, 21, 22 അധ്യായങ്ങൾ അതിനുശേഷം ലോകത്തിൽ എന്ത് നടക്കുമെന്നുള്ളതായിരിക്കുന്ന വിവരണങ്ങളാണ്. അപ്പം ഈ സഭകൾക്ക് എഴുതിയ ദൂതുകളും നമുക്കുള്ളതല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. അത് അന്നത്തെ സഭയെ പേരുചൊല്ലി വിളിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് സംഭവം ശരിയാണ്. പക്ഷെ അത് അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് അത് പഠിക്കുമ്പോൾ അറിയാം. അത് പഠിക്കുന്ന വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയുമെന്നറിയാമോ? എന്ത് മനസ്സിലാക്കാൻ കഴിയും? നമുക്കൊന്നറിയാൻ പറ്റും. അതായത് ഈ സഭ, അല്ലെങ്കിൽ ഈ പറയുന്നതായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം നമുക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ അത് പറയണമെങ്കിൽ കുറച്ച് ദീർഘമായി പോകും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ 35 മിനിറ്റായി. എൻ്റെ ഈ വീഡിയോ ഒരു 60 മിനിറ്റെങ്കിലും പോയാൽ എനിക്കത് പറയാൻ പറ്റുള്ളൂ. സഭകൾക്ക് എഴുതിയ ദൂതുകളിലൂടെ ഞാൻ ഈ കാര്യം വ്യക്തമാക്കാം. പറ്റുമെങ്കിൽ നാളെയോ മറ്റന്നാളോ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. ഇന്ന് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചു. 4-മത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി പറയാനുള്ള വീഡിയോ, സഭകൾക്ക് എഴുതിയ ദൂതുകളിലൂടെ വെളിപ്പാട് പുസ്തകം നമുക്കുള്ളതല്ല, ഏതോ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന കർത്താവിൻ്റെ വിശ്വാസികളുടെ കൂട്ടായ്മയ്ക്ക് എഴുതിയതായിരിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് ആ ദൂതുകളെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഞാൻ തെളിയിച്ചു തരാം. അടുത്ത വീഡിയോയിലൂടെ ഞാൻ തെളിയിച്ചു തരാം. ഇന്നത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഒരുപാട് ദൈർഘ്യമായി പോകുമ്പോൾ കേൾക്കുന്നവർക്ക് വളരെ വിഷമമായി തീരും. എല്ലാം കേൾക്കാനായിട്ട് സമയം കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എൻ്റെ കേൾവിക്കാരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.